ഹായ്, പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ, ഹെയർ കെയർ അതുപോലെ ജസ്റ്റ് ആസ് ഇൻ റുട്ടീനായിട്ട് എന്തെങ്കിലും പാമ്പർ റുട്ടീൻസൊക്കെ ഷെയർ ചെയ്യണമെന്ന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുപോലത്തെ ഒരു റുട്ടീനാണ്. ഇത് നമ്മൾ ജസ്റ്റ് ബ്രൈഡലിന് വേണ്ടിയിട്ട് ഒരു പ്രീ ബ്രൈഡൽ രീതിയിൽ ചെയ്യാനാണെങ്കിലും യൂസ് ചെയ്യാം. അതല്ല ജസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ ആസ് യൂഷ്വൽ ചെയ്ത് പോകാൻ ഒരു സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു ബിഗിനർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ബോയ്സ് ഗേൾസ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു റുട്ടീനായിട്ട് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഇത് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഹെന്ന തയ്യാറാക്കുകയാണ്. ഹെന്ന പൊതുവെ നമുക്ക് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സ്പെഷ്യലി ഈ ഒരു കൂട്ട് ചെയ്യുന്നത് ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെന്ന എടുത്തിട്ട് അത് മാത്രം മിക്സ് ചെയ്തെടുക്കലല്ല, അല്ലെങ്കിൽ ചായപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തത് മാത്രമല്ല, ഇപ്പോഴത്തെ വെള്ളത്തിൽ കുറച്ചും കൂടെ വ്യത്യാസത്തിൽ നമുക്ക് ഒരു കോങ്കോക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അത് വെച്ചിട്ടാണ് ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കായിട്ട് നമുക്ക് ഹെന്നയെ മാറ്റണം. കറിവേപ്പിലയാണ്, ഒരു 2 വലിയ തണ്ട് കറിവേപ്പില എടുക്കും. അത് ഈ വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാനിടണം. കറിവേപ്പിലയുടെ കൂട്ടത്തിൽ ക്ലോവ്, നമ്മുടെ ഗ്രാമ്പൂ, അതും ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ റോസ്മറിയുടെ ലീവ്സ്, ഇത് ഡ്രൈ ലീവ്സാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇത് ചേർക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ചായപ്പൊടി, കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടി രണ്ടും ഇപ്പോൾ നമ്മൾ കഫീൻ അടങ്ങിയതുകൊണ്ട് നമുക്ക് ഹെയർ DHT കാരണമുള്ള ഹെയർ ഫോള് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ്. വളരെ സ്ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ സത്ത്, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം സത്ത് ഇതിലേക്ക് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഇത് വെക്കണം. അതൊന്ന് തണുത്തുന്നാവുമ്പോൾ ഇത് അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതും നമ്മുടെ ഹെന്നപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹെന്നപ്പൊടി നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും കൂടെ ചേർത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അളവിൽ എടുക്കണം. അതല്ല സ്കാൽപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മതി ഹെന്ന എന്നാണെങ്കിൽ അത്രയും മാത്രം എടുത്താൽ മതി. ഞാനിപ്പം സ്കാൽപ്പിന് മെയിനായിട്ടും മുടിയിൽ അത്ര കാര്യമായിട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. ഒത്തിരി ഞാൻ എടുക്കുന്നില്ല. അപ്പം ഇത്രയും ഹെന്നപ്പൊടി നമുക്ക് പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഞാനിത് ഇപ്രാവശ്യം ഒരു രാജസ്ഥാനി ബ്രാൻഡ്, ഐ തിങ്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മറ്റും എടുത്തതാണ്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള വീഡിയോ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് നുപ്പൂറിൻ്റെ ഹെന്നയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്കാക്കി എടുക്കും. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യത്തില്ല. ഇത് കുറച്ച് നേരം ഇത് സോക്ക് ചെയ്യാൻ വെക്കും. കുറച്ച് നേരം വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഹെന്ന നന്നായിട്ട് കുതിർന്നിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല ഒരു ബട്ടറി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അല്ലെങ്കിലും ഹെന്ന ഒരുപാട് തിക്കാക്കി തലയിൽ അപ്ലൈ ചെയ്യരുത്, കാരണം അത് നന്നായിട്ട് നമുക്ക് കഴുകിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊരു സ്മൂത്തായിട്ട് ഇച്ചിരി വെള്ളം പോലെ ആക്കിയെടുക്കുന്നത് നല്ലത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിലിടുകയാണ്. എഗെയിൻ നമുക്ക് വെയിറ്റ് ലോസ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് ചെയ്ത് പോകാറുണ്ട്. അതിലാണ് ഈ ചിയ സീഡ്സ് ഞാൻ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുന്നത്. ആൻഡ് അപ്പോൾ തന്നെ മീഷോ എന്നുള്ള ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോയുടെ എൻഡിൽ ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് പോലെ ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ ഞാനിത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള തുണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടാവും നല്ല രസമുണ്ട് പറയാൻ. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യണം. ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സെമി സ്റ്റിച്ച്ഡ് എടുത്തത്, പിന്നുള്ളത് അൺസ്റ്റിച്ച്ഡ് ആയിരുന്നു തോന്നുന്നു. ഇത് ഒന്നും വെട്ടിയിട്ടില്ലല്ലോ. ടോപ്പ് ചിലർക്ക് എന്താ വെച്ചാൽ കഴുത്ത് കയറി വേണം, ചിലർക്ക് ഇറങ്ങി വേണം. അപ്പം അതിനനുസരിച്ചിട്ട് കൂട്ടി അടിച്ചാൽ മാത്രം മതി. നമ്മുടെ വീതി അനുസരിച്ച് ഇത്രയല്ലേ വന്നേക്കുന്നത്, ഓരോരോ വണ്ണം അനുസരിച്ച്. പിന്നെ ബ്ലൗസിൻ്റെ തുണി ഇതുപോലെയല്ല, ഇത് വലിഞ്ഞൊന്നും പോകാത്ത നല്ല തുണിയാണ്. വേണ്ട നോക്കിക്ക്, ഇത് വലിഞ്ഞു പോകത്തില്ല, കിടന്നോളൂ. ഒരുപാട് സീത്രൂ അല്ലല്ലോ. അല്ലല്ലല്ലോ, വേണ്ട. അതെങ്ങനെയാ വേണ്ട? ശരിയാ, ഉള്ളിൽ ലൈനിങ് പോലെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഒട്ടുമില്ല. ഇത് ഈ ഭാഗം ഇങ്ങനെ വരും. നല്ലതായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല കേട്ടോ. അപ്പോൾ ചിയ സീഡ്സ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു
പീസ് നാരങ്ങ എടുക്കും, അതൊന്ന് പിഴിഞ്ഞെടുക്കും, കുരു മാറ്റിയിട്ട് ഇച്ചിരി തേനും കൂടെ ചേർത്തിട്ട് അന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രാവിലെ തന്നെ കുടിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് ടൈം കിട്ടുന്ന പോലാണ്. ഞാൻ ചിലപ്പം IMF ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലെ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ചിയ സീഡ്സ് ശരിക്കും എനിക്ക് ആ ഒരു നമ്മുടെ വിശപ്പ് ഒരുപാട് വെക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇപ്പം ഞാൻ ചെയ്യുന്നത് സോപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. വീട്ടിൽ ഞാൻ ഇതുപോലത്തെ സോപ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. അമ്മയും അമ്മച്ചമ്മയൊക്കെ എനിക്ക് ഈ സോപ്പിൻ്റെ ഫാൻസാണ്. അമ്മ എപ്പോഴും പറയും സോപ്പ് തീരുന്നതിന് മുന്നേ തയ്യാറാക്കി വെക്കണമെന്ന്. ഇപ്രാവശ്യം ഞാൻ ലേറ്റായിപ്പോയി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു 4 സോപ്പ് വീതമൊക്കെ ഉണ്ടാക്കി വെക്കത്തുള്ളൂ. പെട്ടെന്ന് തീരുമ്പോൾ അപ്പോഴപ്പോഴും പുതിയതുണ്ടാക്കുകയോ ചെയ്യുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം, ഇത് ഇഷ്ടമുള്ളോട്ട് ചെയ്യാം. ആൻഡ് തേൻ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞളും ഇരട്ടി മധുരവും വെച്ചിട്ടുള്ള ഓയിൽ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓയിലും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ ആ ഓയിലും കൂടെ ചേർത്ത് 3 ഇൻഗ്രീഡിയൻസ് ആണ്: മഞ്ഞൾ, തേൻ, ഇരട്ടി മധുരം, ടെർമറിക് ഓയിൽ, അതിൻ്റെ ഒരു കൂട്ട്. നമ്മൾ ആ അലിയിച്ച് വെച്ച സോപ്പ് ബേസിനകത്തോട്ട് ചേർക്കുകയാണ്. സോപ്പ് ബേസ് നമുക്ക് അഗൈൻ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെയും കിട്ടുന്നുണ്ട്, പലയിടത്തായിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. ആ സോപ്പ് ബേസ് നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവേണ്ട ആവശ്യമില്ല. 4 സോപ്പിൻ്റെ അളവിനാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഒഴിക്കുന്നത് സിൽക്കൻ മോൾഡിലേക്കാണ്. സിൽക്കൻ ആകുമ്പോഴത്തേക്കും ഇത് സോപ്പ് നന്നായിട്ട് സെറ്റായി കഴിയുമ്പം ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. സോ ഇത് ഞാൻ ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഒരു 7-8 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല, വെളിയിൽ തന്നെ വെക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ സോപ്പ് സെറ്റായി കഴിഞ്ഞാൽ അമ്മയുടെ എടുക്കും, ഞാൻ എൻ്റെ എടുക്കും, അങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ്. പിന്നെ ഇത് തീരുമ്പോഴത്തേക്കും അടുത്ത സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമോ, അങ്ങനെ നമുക്ക് ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്രബ്സും ഉണ്ടാക്കും. ഇതുപോലെ സോപ്പിൻ്റെ സ്ക്രബ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഷാംപൂ ബാസ് ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം നല്ല എഫക്റ്റീവാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നുള്ളൂ. ആകെ നമുക്ക് സോപ്പ് ബേസ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടണം, അത് വാങ്ങിച്ച് വെക്കണം. ആൻഡ് ഇതാ ഐ തിങ്ക് 5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഇതുപോലെ ബട്ടറി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്ലവ് ഒക്കെ കയ്യിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ കിട്ടില്ലേ, ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കുന്ന ഷാംപൂ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഗ്ലവ് കിട്ടില്ലേ, അതിൽ ഒരു ഗ്ലവ് എടുത്തിട്ടാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അതാകുമ്പോൾ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പം കയ്യിൽ നിന്ന് ഗ്ലവ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടി ഹാക്കാണ്. ആൻഡ് അതുപോലെ ചെയ്തിട്ട് ഈ ഹെന്ന നന്നായിട്ട് മൊത്തം ഹെയറിലും, സ്കാൽപ്പിലാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം ഇപ്രാവശ്യത്ത് ഞാൻ മുടി കണ്ടീഷനിങ്ങിനേക്കാളേറെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഹെന്ന ഫോക്കസ് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കാൽപ്പിലാണ് മെയിനായിട്ട് ഇങ്ങനെ വേർതിരിച്ച് എടുത്ത് ചെയ്യുന്നത്. ഹെന്ന തന്നെ ഹെയർ കളറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെയർ ഗ്രേയിങ് ഉണ്ടെങ്കിൽ ഹെന്ന എടുത്ത് ആദ്യം ഇതുപോലെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് മുടിയിൽ നിന്ന് കഴുകിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ നീലയമരിയുടെ പൊടിയില്ലേ, അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നീലയമരി ഇതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുക. അതും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യുക. ഇങ്ങനത്തെ നാച്ചുറൽ ഡൈയിങ് ചെയ്യുമ്പോഴത്തേക്കും അഗെയിൻ ഹെന്ന ഒരു 3-4 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം, അത് കഴുകിക്കളയണം. അത് കഴിഞ്ഞിട്ട് വേണം നീലയമരിയുടെ പൊടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ടും 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യണം. അത് ഈ തലനീരിറക്കം അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവർക്ക്, പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ നാച്ചുറൽ രീതിയിലുള്ള ഹെയർ ഡൈയിങ് ചെയ്യാൻ പാടാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് നേരം ഒന്നും തലയിലൊന്നും വെച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ അമ്മയും പപ്പയും പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് മുടി കറുപ്പിക്കുന്ന ഷാംപൂസ് ഉണ്ടല്ലോ, അതാണ് അവർ കൂടുതൽ ചൂസ് ചെയ്യാറ്. എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് നരയുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇതുപോലെ ഹെന്ന വെച്ചിട്ട് തന്നെ കവർ ചെയ്യും, അല്ലെങ്കിൽ ചില സമയത്ത് നീലയമരിയുടെ പൊടിയും കൂടെ ചേർത്ത് അതും അപ്ലൈ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസില്ലേ, അതും ഹെന്ന പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് എന്താ റിസൾട്ട് വരാമെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലും ഇത് ഹെന്ന റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലത്തൊക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ബർഗണ്ടി കളർ കിട്ടും. നമ്മുടെ ബീട്രൂട്ടിൻ്റെ അപ്ലൈ ചെയ്തതുകൊണ്ട് നാച്ചുറലി മുടിക്കൊരു ബർഗണ്ടി കളർ കിട്ടാറുണ്ട്. ആൻഡ് പിന്നെ അറിയാമല്ലോ, ഞാൻ ഹെയർ കളേഴ്സും ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്. ലൈക്ക്
കെമിക്കൽ ഹെയർ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഗ്രീൻ കളർ, ബ്ലൂ കളർ, റെഡ് കളർ, പേർപ്പിൾ കളറൊക്കെ പലതും ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. സോ ഞാൻ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. ഞാൻ ഹെന്നയും ചെയ്യാറുണ്ട്, കെമിക്കൽ ഹെയർ ഡൈസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിലെനിക്കിങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നു, നമ്മൾ കെമിക്കലി ഹെയർ ഡൈ ചെയ്തിട്ടുള്ള മുടിയിൽ ഹെന്ന ചെയ്യാവുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു 4 to 5 months ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള മുടിയിൽ നാച്ചുറൽ ഹെന്ന യൂസ് ചെയ്യുന്നത് ടൈം ഗ്യാപ്പ് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. സോ ഞാൻ ചെയ്യാറ്, ഇപ്പോൾ ഞാൻ ഹെയർ ഡൈ നാച്ചുറൽ അല്ലാത്ത കെമിക്കൽ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെന്ന ഉടനെ ചെയ്യത്തില്ല. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് 4 to 5 months നമ്മൾ അങ്ങനെ തന്നെ പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് ഹെയർ കളറൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഫ്ലോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനിയിപ്പം പഴയ കളറിലേക്ക് തിരിച്ച് വരാൻ, ബ്ലാക്ക് ആക്കണം എന്നൊക്കെ തോന്നുമ്പോഴാണ്, അപ്പോഴത്തേക്കും ഒരു 4-5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെന്ന ചെയ്യുന്നത്. പിന്നെ അഗെയിൻ ഹെന്ന എന്ന് പറയുന്നത് നാച്ചുറൽ ഫോം ഓഫ് ഹെയർ ഡൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് എന്താ, മുടി ചിലപ്പം ഒന്ന് ഡ്രൈ ആവുമായിരിക്കും, ഫ്രിസി ആവുമായിരിക്കും. അതല്ലാതെ മുടി പൊട്ടിപ്പോയി അങ്ങ് വല്ലാണ്ട് മുടിയുടെ ഉള്ള ഒരു ജീവൻ പോവുക എന്നുള്ളതൊന്നുമില്ല. പക്ഷേ നാച്ചുറൽ അല്ലാത്ത നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ഹെയർ കളർ, കെമിക്കൽ ഹെയർ കളർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് നമ്മുടെ മുടി ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഹെയർ പിഗ്മെൻ്റാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ട്, സ്പെഷ്യലി ബ്ലീച്ച് ചെയ്ത് മാറ്റിയിട്ടാണ് പുതിയ കളർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി മുടിക്ക് ഡാമേജ് ഉണ്ടാവും. പഴയ പോലെ ഒരു പഴയ കളറിലേക്ക് ബ്ലാക്ക് ആക്കാൻ പറ്റില്ല മുടി. ബ്ലീച്ച് ചെയ്ത മുടിയുടെ കളർ ഒരിക്കലും തിരിച്ച് ബ്ലാക്ക് ആവില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി ഞാൻ ഹെയർ കളറിങ് ആസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആദ്യം ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ബ്രാഡ് മോണ്ടോ, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ് പുള്ളിക്കാരൻ, ഹെയർ ഡ്രസ്സറാണ്. ബ്രാഡ് മോണ്ടോൻ്റെ വീഡിയോസ് കാണും, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഹെയർ ബ്ലീച്ചിങ് ഫെയിൽസൊക്കെയാണ് പുള്ളിക്കാരൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ വീട്ടിൽ തന്നെ ഓരോരുത്തർ ഹെയർ ബ്ലീച്ച് ചെയ്തിട്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ എന്താണ് തെറ്റുകൾ, ഹെയർ തിയറി തന്നെ ഉണ്ട്. നമ്മുടെ കളർ തിയറി പോലെ തന്നെ ഹെയറിൻ്റെ കളർ തിയറി ഉണ്ട്. അതൊക്കെ ഒരുപാട് പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് നമ്മൾ കെമിക്കൽ എടുത്തു തലയിൽ അപ്ലൈ ചെയ്തു ഇന്ന കളറായി, അങ്ങനല്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹെയർ പിഗ്മെൻറ്റ് എന്തൊക്കെയാണ്, അത് റിമൂവ് ആകുമ്പോൾ എന്തൊക്കെ പറ്റും, പിന്നെ അതിനെ റിവൈവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഡീറ്റെയിലിങ്ങിൽ ഐഡിയ കിട്ടിയത്. സോ അതൊരു കാര്യമാണ്. അല്ല ചുമ്മാ ഡയറക്റ്റ് കെമിക്കൽ എടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എന്തായാലും ഫാർ ബെറ്ററാണ് ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് മെസ്സി, ഒരുപാട് തറയിൽ അവിടെ ഇവിടെയൊക്കെ ഹെന്ന ആവും, അതൊരു കാര്യമുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ സേഫറാണ്. ദെൻ അഗൈൻ ഇപ്പം ഹെന്നയ്ക്ക് അലർജി ഉള്ളവരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അലർജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ, യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും ഹെന്ന തലയിൽ വെക്കും, എന്നിട്ടേ ഞാൻ വാഷ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കും എന്താ നമ്മൾ സെറ്റ് ചെയ്ത സോപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു കുളിക്കാൻ നേരത്ത് ഇത് തന്നെ യൂസും ചെയ്യാം. ഇത് ഒരുപാട് ഹാർഷല്ല, ഇതിനകത്ത് ഞാൻ ഫ്രേഗ്രൻസ് ചേർത്തിട്ടില്ല ഇപ്രാവശ്യം. ഞാൻ ചേർക്കാറുണ്ട് ലൈക്ക് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് ഇല്ലേ, ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, റോസ്മെറി, റോസ്, അങ്ങനെ പല പല ഫ്രേഗ്രൻസ്, റോസ്, ജാസ്മിൻ, അങ്ങനെ പല പല ഫ്രേഗ്രൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ചേർക്കാൻ. അപ്പോൾ ഫ്രേഗ്രൻസും കൂടെ ചേർത്താൽ സോപ്പിനൊരു സ്പെഷ്യൽ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ സ്മെല്ല് കാണില്ല, പക്ഷേ ഗുണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ സോപ്പൊക്കെ തേച്ച് നന്നായിട്ട് അതിൻ്റെ എനിക്കൊരുപാട് ഹാർഷല്ല. എൻ്റെ അനിയത്തിയല്ല, എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഇതുപോലെ ഒരുപാട് ഹാർഷായിട്ടുള്ള സോപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനാണ് മിക്കപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സോപ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലും ആസ് സച്ച് നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ ഈ ഫാൻസ് ഉണ്ട് ഈ സോപ്പിനൊക്കെ. ഞാൻ പലതും പല പല വേരിയൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കാറുമുണ്ട്. അപ്പോൾ നല്ല അഭിപ്രായം പറയാറുണ്ട്. ആൻഡ് യാ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹെന്ന ജസ്റ്റ് വെള്ളത്തിൽ കഴുകി കളയാണ്. ഞാൻ ഷാമ്പു ചെയ്യുന്നില്ല കേട്ടോ. ഹെന്ന ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെന്ന അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ കവർ ചെയ്ത് വെച്ചതുകൊണ്ട് മുടിയിൽ ഒരുപാട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവില്ല. കവർ ചെയ്യാതെ അങ്ങാണാണ് വെച്ചേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹെന്ന ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് പിന്നെ കഴുകിക്കളയാൻ ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ഇത് ഞാൻ കവർ ചെയ്തതുകൊണ്ട് മുടിയിൽ ആ ഒരു ഡാമ്പായിട്ട് ആ ഒരു നനവിൽ തന്നെ ഇരുന്നു. ആൻഡ് ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. ഷാംപൂ ചെയ്യുന്നില്ല, ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയിട്ട്
കുളിച്ച് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഹെന്നയുടെ നാച്ചുറൽ ബെനിഫിറ്റ്സ് മുടിയിൽ നന്നായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഹെന്ന ഷാമ്പു വെച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളറൊക്കെ റിമൂവ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഹെയർ ഗ്രോത്ത് റിൻസായിട്ട് റോസ്മറി വാട്ടർ യൂസ് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. കാരണം ഞാൻ ആ ഹെന്നയ്ക്കകത്ത് റോസ്മറി ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അതിൽ ലാസ്റ്റ് ഹെയർ റിൻസായിട്ട് യൂസ് ചെയ്യാഞ്ഞത്. ആൻഡ് ഞാനിപ്പം റോസ്മറി കാര്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചാലഞ്ച് പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഡീറ്റെയിലായിട്ട് നോക്കട്ടെ, ഒരു ചാലഞ്ചായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്നാവും ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, മുടി ഓൾമോസ്റ്റ് ഒരു സെമി ഡ്രൈ ഒന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ നനവുണ്ട് മുടിയിൽ. ആ സമയത്ത് തന്നെ ഞാൻ മുടിയിൽ എണ്ണ തേക്കാണ്. കാരണം എൻ്റെ മുടി കണ്ടോ, ഹെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞ് പുറകിനെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഡ്രൈ ഹെയർ ഉള്ളവർക്ക് നല്ല കച്ചി പോലെ ഇരിക്കും മുടി, ഇതുപോലെ കച്ചിയായിട്ടിരിക്കും കാണാൻ. അത് കണ്ടിട്ട് പേടിക്കണ്ട. ആകെ ചെയ്യേണ്ടത് മുടിയിൽ ചെറിയ ഒന്നെങ്കിൽ മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് മുടി നനവുള്ളപ്പോൾ തന്നെ നമുക്കിതുപോലെ എണ്ണ തേച്ച് കൊടുക്കാം. മുടിയുടെ അറ്റത്തും മുടിയിൽ മൊത്തത്തിലായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് ഹെഡ് മസാജൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുക. ഞാൻ മിക്കപ്പോഴും ജസ്റ്റ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്യും. ഹെന്ന ചെയ്ത് കഴിഞ്ഞ് ഷാംപൂ ചെയ്യാതെ ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ എണ്ണ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി നല്ല കച്ചി പോലെ ഡ്രൈ ആവും. കാരണം സാധാരണഗതിയിനെക്കാട്ടിലും കൂടുതൽ ഡ്രൈ ആവും, ജസ്റ്റ് ബിക്കോസ് ഞാൻ ഹെന്ന അപ്ലൈ ചെയ്തു എന്നുള്ളതുകൊണ്ട്. കാരണം ഡ്രൈ ഹെയറിൽ ഹെന്ന ഡ്രൈയിങ് ആണ്, അതൊരു കാര്യമാണ്, ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് മുടി ജസ്റ്റ് കഴുകിയിട്ട് ഓയിലിങ് ചെയ്യുക, എന്നിട്ട് ഷാംപൂ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് മുടി സിൽക്കി ആയിട്ട് കിടക്കും. ഇല്ലെങ്കിൽ അത്ര റിസൾട്ട് ഡ്രൈ ഹെയറിൽ വരില്ല. ഇനി ഞാൻ ചെയ്യുന്നത് വിറ്റാമിൻ സിയുടെ ഈ എഫവസൻ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കൊറോണ ടൈമിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടൊക്കെ വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് എഫവസൻ്റ് ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ ജസ്റ്റ് ഡയറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് സ്കിന്നിന് ഹെയറിനൊക്കെ അടിപൊളിയാണ്. സ്പെഷ്യലി പിഗ്മെൻറ്റേഷൻ, സ്കാർസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുക, സ്കിന്ന് നന്നായിട്ട് റിജുവനേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഹെയറിനും അതുപോലെ തന്നെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നന്നായിട്ട്, അതിൻ്റെ ടേസ്റ്റ് നല്ല ഓറഞ്ച് ഫ്ലേവർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. ഡെയിലി ഇല്ല, മറന്നിട്ടില്ലെങ്കിൽ എടുത്ത് കുടിക്കാൻ നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് എണ്ണയും തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷാംപൂ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഷാംപൂ ചെയ്യുന്നത്. ഞാൻ ഇപ്രാവശ്യം യൂസ് ചെയ്തത് ക്ലിനിക് പ്ലസിൻ്റെ റൈസ് വാട്ടർ ഷാംപൂ ആണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഈ വേർഷൻ യൂസ് ചെയ്തത്. ഒരു ഫ്രൂട്ടി സ്മെല്ലുള്ള ഷാംപൂ ആയിരുന്നു, നല്ല മണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മുടി ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു ഷൈനൊക്കെ ഇല്ലേ. ഇപ്പോഴാണ് ചെറിയ ഫ്രിസ്സൊക്കെ ഉണ്ട്. ഞാൻ ലീവിന് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് മുടി ഉണങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു ഫ്രിസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ഷൈനുണ്ട്. നേരിട്ടാണ് ഇതിൽ ഒരു ഷൈനുണ്ട്. ഇതാണ് ഹെന്ന ചെയ്യുമ്പോൾ, അത് ഹെന്ന ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ആ ഓയിലിങ്ങും കൂടെ ചെയ്തിട്ട് റിസൾട്ട് വരുന്നത് ഇങ്ങനെ കേട്ടോ. അല്ലാതെ വന്നതിന് നല്ല കച്ചിയായിട്ട് ഡ്രൈ ആവും. കാരണം എൻ്റെ മുടി നല്ല ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ടാണ്. ഓയിലി ഹെയർ ഉള്ളവർക്ക് ഇത്രയും പ്രോബ്ലം വരില്ല. ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ആ റിസൾട്ട് അപ്പോൾ തന്നെ കാണാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെ നല്ല ഡ്രൈ ഹെയർ ഉള്ളവർ മസ്റ്റായിട്ടും ഓയിലിങ് ചെയ്തിട്ട് ഷാംപൂ ചെയ്യണം. ഞാൻ CTM ചെയ്തു, മോയ്സ്ചറൈസറും സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്തെല്ലാം സ്കിന്ന് പ്രെപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കുട്ടി രീതിയിലൊരു മേക്കപ്പും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അറ്റയർ ഞാൻ കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്, അത് തയ്ച്ചൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ബേസിക് മേക്കപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. പ്രൈമർ, ഏതെങ്കിലും ഒരു പ്രൈമർ ഓയിൽ എടുത്തിട്ട് എൻ്റെ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്യും. ഇത് ഞാനിപ്പോൾ എടുത്തത് 332 ആണ് ഷെയ്ഡ്, മേബിലിൻ്റെ 330 എനിക്ക് മാച്ചാണ്, 332 ഓക്കെയാണ്. രണ്ടും എനിക്ക് മാച്ച് ആവാറുണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഡാർക്ക് സർക്കിൾസ് വരുന്ന ഭാഗത്തും അവിടെ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ മെയിനായിട്ട് അപ്ലൈ ചെയ്യും. ലൈക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാണിക്കാൻ ഇറങ്ങാന്നുള്ളതാണ്. ആൻഡ് എനിക്ക് 2-3 പിമ്പിൾസ് അപ്ലോഡായിട്ട് വന്നിട്ടുണ്ട്. റീസൺ ബീയിങ് കുറച്ച് യാത്രകളുണ്ടായിരുന്നു, ഉറക്കക്കുറവ് നന്നായിട്ടുണ്ട്, സ്ട്രെസ് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്. അങ്ങനെ ലൈക്ക് ഒരു ആവശ്യമില്ലാന്നേ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി കൂളായിട്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലൈക്ക് നമ്മൾ പറയില്ലേ വരാനുള്ളത് വഴി തന്നില്ല, അല്ലാത്തട്ട് വരില്ല എന്നും ആ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കില്ല. സോ ഇതാണ് എൻ്റെ പ്രോബ്ലം. ജസ്റ്റ് ഓവർ തിങ്ക് ചെയ്ത് ഇല്ലാത്തതുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അതാണ് എൻ്റെ പ്രോബ്ലം. സോ അത് കാരണം നമ്മുടെ സ്ട്രെസ് എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്ന്, ഹെയർ എല്ലാത്തിലും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അത് കെട്ടതായിട്ടാണെങ്കിൽ അത്, നല്ലതാണെങ്കിൽ അത്. പിന്നെ എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ആഹാരം വാങ്ങിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും. ഒന്നും പറ്റിയില്ല യൂട്യൂബിൽ നമുക്ക് ഈ മക്ബങ് വീഡിയോസ് ഉണ്ട്, അത് കണ്ടിരിക്കും ഞാൻ. മക്ബങ് അറിയോ? ഞാൻ ആക്ച്വലി വീഡിയോ വരെ ചെയ്ത് തുടങ്ങി ലാസ്റ്റ് ഞാൻ മക്ബങ്ങിൻ്റെ. പക്ഷെ ഞാൻ ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ കഴിച്ച് തടി ഒരുപാട് ആയി തുടങ്ങി. അപ്പം ഞാൻ ചെയ്തു നിർത്തി, വീഡിയോ ചെയ്യുന്നത് നിർത്തി. പക്ഷേ വീഡിയോ കാണും. ലൈക്ക് ഞാൻ കൂടുതൽ കാണാറ് ഫുഡി ഡാർലിങ്, പുള്ളിക്കാരി നന്നായിട്ട് വെറൈറ്റി ഫുഡൊക്കെ എടുത്ത് കഴിക്കും. എനിക്കെന്താ ഫുഡ് കഴിക്കുന്നത് കാണാനും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അവർ കഴിക്കുന്നത് കാണുമ്പോഴേ ചെയ്യാടാ. ഫുഡിൻ്റെ ASMR വീഡിയോസ് ഉണ്ട്, നമുക്ക് ഷോർട്സിലായാലും ഒരുപാട് നമുക്ക് കുട്ടി വീഡിയോ കിട്ടും, ലോങ് വീഡിയോ ഉണ്ട്. ഫുഡി ഡാർലിങ്, പിന്നെ എന്താ ഹംഗ്രി പിരാൻ, പുള്ളി തന്നെ ക്ലീനായിട്ടാണ് കഴിക്കുന്നത്. അത് പിന്നെ നമ്മുടെ ഏഷ്യൻ ചാനൽസ് ഉണ്ട്, അതത്ര ഞാൻ വലിയ കാര്യത്തിൽ കാണാറില്ല. പക്ഷേ സ്റ്റെല്ല ASMR, സ്പൈസ് ASMR ഒക്കെ നന്നായിട്ടാണ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് കൊതി വരും അവർ കഴിക്കുന്നത് കാണുന്നത്, ആ രീതിയിലത്തെ അത് കാണാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ വെച്ചു കൂടി ഓപ്പൺ ആയിട്ട് അങ്ങ് ഇടാം. ഇനി ഒരു ചെരുപ്പെടുത്തിക്കണം, ഫുൾ അറ്റായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരു ഫുൾ ഗെറ്റപ്പ് ചെയ്ത് നോക്കണം എന്ന് കരുതി ചെയ്തതാണ്. എന്താണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ആൻഡ് മക്ബങ്സ് ആരൊക്കെ കാണാറുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം എനിക്കിഷ്ടമാണ്. പലരും എൻ്റെ ആ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മിറക്കിൾ മിററിലെ രേഷ്മയല്ലേ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് എനിക്ക് തടി കൂടുന്നതുള്ളതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ അവിടെയും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.